ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി എയർബെൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇതുപോലത്തെ ഫ്ലവർ വെച്ചിട്ടുള്ള ഫ്ലവറും ബീഡ്സും വെച്ചിട്ടുള്ളൊരു എയർബെൻഡാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ 4 ഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. ഒരു ഫെൽറ്റ് ഷീറ്റിൽ ഫ്ലവർ നമ്മൾ ഗം വെച്ചിട്ട് ഒട്ടിച്ച് അതുപോലെ ബീഡ്സും ഒട്ടിച്ചിരുന്നു. ഇതുപോലെ ചെയ്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് എന്ത് ചെയ്ത് ബീഡ്സ് എല്ലാം പറഞ്ഞു പോരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒട്ടിച്ചതുകൊണ്ട് മാത്രം ആയില്ല എന്ന് എനിക്ക് തോന്നി. രണ്ടാമത് ഞാൻ ചെയ്തത് പിന്നെ ഓരോ ബീഡ്സും പശ തേച്ചിരുന്നു. അതോടുകൂടെ തന്നെ അത് നമ്മളൊന്ന് തുന്നിക്കൊടുത്തു. എല്ലാ ബീഡും ഫ്ലവറൊക്കെ ഇങ്ങനെ തുന്നി ചേർത്തു. ഓരോന്ന് തുന്നിയെടുത്തു. ആദ്യം ഒരു ബീഡ് തുന്നി ചേർത്തു. പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ അടുത്ത ബീഡൊന്ന് പൊങ്ങിക്കെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ബീഡും രണ്ട് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തുന്നി. നമ്മൾ ഇതുപോലെ സെയിലിനൊക്കെ വേണ്ടിയുള്ളതാണെങ്കിൽ എന്തായാലും ഒന്ന് തുന്നിയിട്ടൊക്കെ ചെയ്യുക. അല്ലാതെ ജസ്റ്റ് ഒട്ടിക്കൽ മാത്രമായാലും കുറച്ച് ദിവസം മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒട്ടിച്ചത് വേഗം പോരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ബീഡ് ഒരു ഉരുണ്ട ഷേപ്പ് ഇങ്ങനെ നിൽക്കല്ലേ, ഒരു നല്ല സ്ട്രോങ് ആയിട്ട് അടിയത്തെ ലെയർ സ്ട്രോങ് ആയിട്ട് ഒട്ടിയേക്കാം. പക്ഷെ മുകളിൽ നമ്മൾ ഒട്ടിക്കുന്ന ആ ഭാഗം പെട്ടെന്ന് പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെയിലിന് വേണ്ടിയുള്ളതാണെങ്കിൽ എന്തായാലും ഒന്ന് തുന്നിയും കൂടി ചെയ്താൽ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ നമ്മൾ തുന്നിയതിന് ശേഷം നമ്മളൊന്ന് പശ തേച്ചു. ഇതുപോലെ നമ്മളൊരു എയർബെൻഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് കുറച്ച് വീതിയിലുള്ള ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ബാക്കിലും ഇങ്ങനെ പശ തേച്ചു. ജസ്റ്റ് ഫെൽറ്റ് ഷീറ്റ് കൊണ്ട് തന്നെ ബാക്ക് സൈഡ് ഒരു പീസിൽ ഇങ്ങനെ വെച്ചു. ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തു. ഇത്ര പണിയുള്ളൂ ചെയ്യാൻ. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു എയർബാൻഡ് തന്നെയാണ്. കാണാനും നല്ല ലുക്കാണ്. ഇത് ഫ്രോക്കിലേക്കും നല്ല അടിപൊളി നെറ്റ് ടൈപ്പ് ഉടുപ്പിലേക്കൊക്കെ നല്ല രസമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തൊന്ന് വീതി കുറച്ച് ചെയ്തതാണ്. ഒന്നും കൂടി ഭംഗി എനിക്ക് തോന്നുക ഇങ്ങനെ ചെയ്യുന്നതാണ്, അധികം വീതി ഇല്ലാതെ 4 ഫ്ലവർ വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഇതിൽ സാറ്റിൻ റിബൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. സെയിം കളർ തന്നെ റിബൺ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഈ ബോമിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റുക. എനിക്ക് തോന്നുന്നു ഒന്ന് ചുറ്റുമ്പോഴാണ് ഒന്നും കൂടി ഭംഗി തോന്നുക. അലിഗേറ്ററൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ കുറച്ച് നേരം പിടിച്ചെടുക്കണം. ഇത് നമ്മൾ തുന്നിയത് തന്നെയാണ്, ബീഡ്സ് തുന്നിയതാണ്. എന്നിട്ട് പിന്നെ പശയും കൂടി ഒന്ന് തേച്ചിട്ടുണ്ട്. അത്രയും സ്ട്രോങ് ആണിത്. പോരൂലെന്ന് 100% ഉറപ്പ്. നമുക്ക് ധൈര്യമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് പിടിച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അലിഗേറ്ററൊക്കെ ഒന്ന് കുത്തിയിട്ട് വെക്കേണ്ടി വരും. ഇത് ഒരു ലെയറിൽ മുത്തിട്ട് അതിന് ശേഷം ഇടയിലൊക്കെ ഒന്ന് ഒരു മുത്തിട്ടാണ്. ഇതാണ് നമ്മൾ ഉപയോഗിച്ച മുത്ത്. പല നിറത്തിലുള്ള ഒരു 4 നിറം മിക്സ് ചെയ്ത് വരുന്ന ഒരു മുത്താണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് വലിയ സൈസാണ്. മുമ്പ് നമ്മൾ ഉപയോഗിച്ചതിൽ നിന്ന് കുറച്ചും കൂടി ഒരു വലിയ സൈസാണ്. ആദ്യം ഉപയോഗിച്ച് നമ്മളൊരു 6mm മുത്തായിരിക്കും. ഇതതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുണ്ട്. ഇതാണ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.